ഞാൻ ഡ്രാമ കളിക്കാൻ വന്നിരിക്കുക. Don't let the sound, okay? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. If you can't do that shit, then remove. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ആരായാലും ഏത് വാപ്പയാണേലും എന്താ രാമേന്ദ്ര പ്രശ്നം? സൗണ്ട് താ ബ്രോ. ഒരു വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താഴെ എന്റെ സൗകര്യത്തിന് കുറക്കാളല്ല. Whenever I am telling you have to conclude. There is no right. I am fine. Thanks. സൗണ്ട് കുറക്കരുത്. ഏത് വാപ്പയാണേലും കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താ മതി. ശാന്തമായിട്ടാ? അല്ലെ ഇടികൊണ്ട് തൂറും. അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞ. ബ്രോ വാട്ട് എവർ ഇറ്റ് ഈസ് യു ഡോണ്ട് വാണ്ട്. ഇത് വോളിയം ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ? ഞാൻ എന്റെ പിച്ച് കുറക്കണോ? ആളൊരു ഇടഞ്ഞ കൊമ്പന. പിന്നെ ഞാൻ എന്തിനാ ഈ മൈക്ക് പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ? ടെൽ മി, ഗിവ് മി ദ റീപ്ലേ ബ്രോ. അവിടുന്നല്ല ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു DB-യിൽ പണിയെടുക്കുമ്പോ ആ DB എനിക്ക് തരാ. അത് പോട്ടടാ രാമു. അല്ല പിന്നെ You don't have. Then you fuck with that mic man. You just do the act. മക്കി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. ചോട്ടാ നിന്നെ കിട്ടൂല. എന്റെ പേര് ഉണ്ണിക്കാണൻ, വീട് പാലക്കാടാണ്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ഞാൻ വിജയ് സാറിന്റെ 7-8 വർഷമായിട്ട് ഫാനാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. വീട്ടിലൊരു കല്യാണം കഴിക്കുക. ഈ താടിയും മുടിയും വെച്ചിട്ട് എങ്ങനെ വീട്ടിലെപ്പോഴും ചീത്തയാണ്. എങ്ങനെ വിജയണ്ണനെ കാണാം. ഞാൻ ചെന്നൈ പോയിട്ട് കാറിന്റെ മുന്നിൽ വരെത്തി. എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നു. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇനി എങ്ങനെയൊന്ന് കാണണം. എനിക്ക് വിജയണ്ണനെ ഒന്ന് കാണണം. കൂടെ അഭിനയിക്കണം. എന്തായാലും ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ടുള്ള ആഗ്രഹമാണല്ലോ. അത് നിങ്ങളെ കൂടി നടത്തി തരണം. നിങ്ങളുടെ സപ്പോർട്ടും ഇതാണ് എനിക്ക് വേണ്ടത്. എന്നെ ഒരു അനിയനെ പോലെ, ഒരു മോനെ പോലെ, ഒരു ചേട്ടനെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. ഏതായി അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി. ഐ ആം ഉണ്ണിക്കണ്ണൻ. പ്രഭേ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയമുണ്ട്. ഇപ്പൊ ഉറപ്പായി. പുഷ്പ 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 വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. പുഷ്പ 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 എന്നിട്ട് അത്രയുള്ളൂ. പുഷ്പ 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 എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? കേട്ട് ഞാൻ മടുത്തു. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട്. ഉള്ളതാണ്. എന്താ കൊല്ലല്ലേ അനിയന്മാരെ? കാല് മുറിഞ്ഞോ? അവിടെ മുറിഞ്ഞോ? അവിടെ അടി കിട്ടിയോ? താങ്ക് യു.
കഴിഞ്ഞ തവണ എനിക്ക് ഇത് തന്നെ കിട്ടിയത്. പേപ്പട്ടി കടിച്ചപ്പോ പോലും ഇത്രയും വരെ പ്രശ്നമില്ലായിരുന്നു. സൂക്ഷിച്ചു പോണേ, ഒരു കുഴിയുണ്ട്. കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. മോട്ടിവേഷൻ സ്പീക്കറാണ്. നിയമസഭാ സ്പീക്കർ കേട്ടിട്ടുണ്ട്. ഇതെന്താ പുതിയ അതല്ല, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം കൊടുക്കാന്ന് അറിയില്ലേ, ആ പരിപാടി. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? ഇറങ്ങി വാടാ തൊരപ്പാ. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ഒറ്റ കുട്ടി എടുക്കരുത്. കാല് കയറ്റി ഒരു ലാമ്പ് ഉണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കണ നീ. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. പക്ഷെ എനിക്ക് ബേസിക്കലി മഹിമ ഉണ്ണിമുകുന്ദൻ കോമ്പാണ് കൂടുതൽ ഇഷ്ടം. ഇവനാരാണ്? നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? മഹിമ ഷെയ്ൻ ഫാൻസ് വേറെ, മഹിമ ഉണ്ണിമുകുന്ദൻ. ഞാൻ മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ. ഞാൻ ആക്ച്വലി മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻ്റെ ഞാനോ ആരാധകരെ കണ്ട. എനിക്ക് ഷെയ്ൻ മഹിമ കോംബോ ആണ് ഇഷ്ടം. ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്റ്റീവിലല്ലേ. എന്താ നമ്മൾ തമ്മിൽ ചേർച്ചയില്ലേ? ഇല്ല. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? ഒരു മഹി അല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. കാണിച്ചു തരാടാ. അതിന്റെ ആളാണ്. അല്ല അതുണ്ട്, ശരിക്കും ഉണ്ട് അങ്ങനെ. ഇപ്പൊ അങ്ങനെയുള്ള ഷോട്ട് നിന്നെ പിന്നെ കണ്ടോടാ. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിക്കും അടിക്കും കറണ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? ദൈവമേ, ഇതെവിടെ എത്തിയ? അതോ ഇതാണ് ഇദ്രീസ്, ഇതാണ് ജർമ്മനി ഇമ്പോർട്ട് ചെയ്ത ജീവി. അതോ ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന്. കൊട്ടാരം കണ്ടു, രാജാവിനെ കണ്ടു, റാണീനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു മാറ്റവും ഇല്ലല്ലോ. കൊട്ടാരം കണ്ടു, രാജാവിനെ കണ്ടു, റാണീനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഏണ്ടാ? Why are you guys doing this? പുളപ്പുള ചന്ദ്രൻ കിയങ്ങനെ ആണ്, കുളപ്പുള ചന്ദ്രൻ മണ്ണനാണ്. മനസ്സിന്നൊന്നും പോയിട്ടില്ല. ഇനി എന്തൊക്കെ കഴിവുകളാണ് കുമാരനുള്ളത്? കുമാരി കാണട്ടെ. ഓരോ രസങ്ങൾ കളിക്കാം. രസം കാണിക്കും, ശൃംഗാരം എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ. വീര്യം. പേടിക്കണ്ട, ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. യുദ്ധം ചെയ്ത് തീരുമാനിക്കാം. തുടങ്ങട്ടെ അംഗം. യുദ്ധം യുദ്ധം തീർത്തോട്ടെ കാര്യം. ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. ഇത് കണ്ടോ, സരിത തിയേറ്ററിൽ പുതിയ സിനിമ റിലീസായി. അത് റിവ്യൂ പറയുന്ന പുതിയ ആളാച്ചാ. ബാക്കിയുള്ള ആസനം ഞാൻ പിന്നെ ചെയ്തോളാം. എന്റെ രാജ്യത്ത് ഞാനല്ലാണ്ട് പുതിയ പടത്തലവനോ റിവ്യൂ രാജാവോ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനാണ് രാജാവ്, റിവ്യൂ രാജാവ്. അയ്യോ, അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ.
ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക മരണമായിരിക്കും. അതെന്താ? ഇവനെയൊക്കെ നാട്ടുകാർ തല്ലി കൊല്ലുന്നേ. അതെങ്ങനെ സ്വാഭാവിക മരണം? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. இந்த நிகழ்ச்சியில ஆக்டர் பாலகிருஷ்ணா ஸ்பெஷல் கெஸ்டா கலந்துகிட்டாரு. அப்போ அவர் பேசுறதுக்காக ஸ்டேஜுக்கு வந்திருக்காரு. அப்போதான் ஆக்ட்ரஸ் அஞ்சலிய பிடிச்சு தள்ளி இருக்காரு. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ? நடிகர் பாலகிருஷ்ணா மேடையில ஆக்ட்ரஸ் அஞ்சலி கிட்ட நடந்துகிட்ட விதம் இப்போ பெரிய சர்ச்சையை ஏற்படுத்தி இருக்கு. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? அஞ்சலி என்னதான் அவரோட செயலை சிரிச்சுக்கிட்டே ஜாலியா எடுத்துக்கிட்டாலும் சோசியல் மீடியால அவரோட இந்த செயலுக்கு எதிர்ப்புகள் வந்துட்டு தான் இருக்கு. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയില്ല. பாலகிருஷ்ணா எப்போதுமே இது போலதான் நடந்துப்பாரு. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. இவர் பெண்கள் கிட்ட மட்டும்தான் இப்படி நடந்திருக்காரு. വയസ്സായില്ലേ, ഇനിയെങ്കിലും തനിക്കിതൊക്കെ നിർത്തിക്കൂടെ? மேலும் இந்த நிகழ்ச்சிக்கு பாலகிருஷ்ணா மது அருந்திட்டு தான் வந்திருக்காருன்னு ஒரு குற்றச்சாட்டு இப்ப எழுந்திருக்கு. പട്ടി കപ്പാസിറ്റി അല്ല കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ആർക്കടാ പട്ടി കപ്പാസിറ്റി ഇല്ലാത്തത്? ശരിയാ, ഞാൻ ഫിറ്റ് ആയി പോയി. കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടി. ഇത് തീർന്നില്ലേ? ചളമായെന്ന് തോന്നുന്നു. ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസെടുക്കും. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. റീച്ചിന് വേണ്ടിയാണ്, റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ സംഗതി ചെയ്തതെന്നും ഈ വിവാദങ്ങളിലൂടെ തനിക്ക് റീച്ച് കിട്ടിയെന്നുമാണ് സഞ്ജു ടെക്കി അവകാശപ്പെട്ടിരുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ശരിക്കും ഇപ്പോഴാണ് സഞ്ജു ടെക്കിക്ക് റീച്ച് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷായി, നല്ല സന്തോഷായി. വാഹനത്തിന്റെ റദ്ദാക്കും, ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും, പിഴ ഈടാക്കും. വല്ലാത്ത ചതിയായി പോയി. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കും. സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. സഞ്ജു തൽക്കാലം ആ വാഹനം മറക്കാം. എന്തിയല്ലേ, ഞാൻ കാത്തിരിക്കുന്നു. എന്താ നിക്കണേ, വരൂ. നിങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് വെളി പോണോന്നാണോ തോന്നുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിക്കണമെന്നാണോ തോന്നുന്നത്? പോണോന്നാ തോന്നുന്നു. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്. ഇറങ്ങാൻ. അതെന്താ അങ്ങനെ? 1 ദിവസം നിന്ന് കഴിഞ്ഞല്ലോ, ഇനി പോവാ എന്നുള്ള. അല്ലാതെ പ്രളയം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ? അമ്മയും മോളും തമ്മിലുള്ളൊരു കണക്ഷനാണ്. അല്ല, അത് പറയാൻ പറ്റില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ജാസ്മിനൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒറിജിനൽ ചുണ്ടുകൾ പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ പുരുഷ വിഭാഗം വളർന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കാണുന്നില്ല. ഇവിടെ ഒരു ഹിഡൻ ഫേസ് ഉണ്ട് എന്നൊരു തോന്നല് വരും. തൊലിയിലല്ല, കഴിവിലാണ് കാര്യം. എനിക്ക് കഴിവില്ലല്ലോ, അപ്പൊ തൊലിയെങ്കിലും എടുത്തിരിക്കട്ടെ. ഓ, നീ അതൊന്ന് തുടച്ചു കളയുന്നുണ്ടോ? കണ്ടിട്ടൊരു ഭൂതത്തിനെ പോലെ ഇരിക്കുന്നു. ഉറക്കപ്പിച്ചിരങ്ങാനും വല്ലവരും കണ്ടിട്ട് അയ്യോ ഇതിനെയാണോ നേരെ ഇങ്ങനെ കണ്ടതെന്ന് തോന്നിപ്പോയി. OMG. നല്ല ബോഡി. ആണോ? അല്ല, ചേട്ടന്റെ നല്ല മസില്. ഈ മസിൽസ് ഒക്കെ ശരിക്കും ഉള്ളതാണോ അതോ ഫോട്ടോഷോപ്പിൽ ചെയ്താണോ? ഇന്ന് ഞാൻ അവളെ കൊല്ലും. അവൾ എന്തിനുള്ള പുറപ്പാടായി? അവളുടെ 2 മോൾട്ട് എല്ലാവരും തോന്നേണ്ടത്. I'm starving. So can you please go to the mess? അല്ലെങ്കിൽ നിന്നെ തന്നെ കഴിക്കും ചെയ്യും. Because you're just such a snack. എങ്ങനെയുണ്ട്? സത്യം പറയണോ? പെറ്റ തള്ള സഹിക്കത്തില്ല. You the goat? ആടോ? ഏത് നേരത്താണോ? പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. എന്റെ ജയ്സാ, ഹോ മതിയായി. മാസ്ക് വെച്ച ഒരുത്തരം കൂടി വരുന്നുണ്ട് റോക്കി. എന്താ ഇവിടെ പല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കണം? ഇതൊന്നുമല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. മനസ്സിലായോ സുദർശൻ? എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. ആരാ 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 ആരാ
എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? Gentlemen, masks, please. നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി खत्म बाय बाय टाटा गुड बाय गया. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അപ്പൊ അതിനൊരു തീരുമാനമായി. Anushka Rajan as Mike or Ranjit Sajeev as Mike? Who was the better Mike? I am fine. Thanks. I won't say that. No, I won't say that. No. You sound intellectual. ഒന്ന് മലയാളത്തിൽ പറയോ? Good question. No problem. I speak. Good question. Yeah. Okay. Mermaids, probably, and aliens. Vajpayee is no prime minister, but he can Nayanar of Kerala chief minister. LBW, no smoking. Yeah. At the earliest. As Mike or Ranjit Sajeev as Mike? Who was the better Mike? My father is Raghavan. Thank you, Mupa, for your questions. കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ലാത്ത പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇതുവരെ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ലാത്ത പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്. രസമായിരുന്നു. ഇമോഷൻ വരുമ്പോ ലൂസ് മോഷൻ വന്ന മാതിരി ആവട്ടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. പക്ഷെ നീ ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട് എന്റെ പടത്തിലുണ്ടാവുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. കൊള്ളല്ലേ? തിരക്കേടില്ല. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. പോടും. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഇത് കുറച്ച് കൂടുന്നുണ്ട്. അതിനിപ്പോ നമ്മൾ തന്നെ നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. കേട്ട് ഞാൻ മടുത്തു. വലിയ ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ആരായി ഫ്രണ്ട്സ്? മുടിയല്ല തലവരെ, മുടിയല്ല തലവരെ. പിന്നെ മെലഡി. എന്നാ അപരാധോടാ ക്ലീറ്റസാ നിങ്ങൾ കാണിച്ച. ഒരു മാറ്റമില്ലല്ലോ ഞാൻ പോവാ. നീ ഇങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവോ? ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നിയത് പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ?
എടാ നിന്റെ അടുത്തല്ലേ മേലെ പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞേക്കാം. ഞാൻ പോട്ടെ. ശരി.